ഭാരതീയൻ 2 എന്ന സൂപ്പർ ഹിറ്റ് പടത്തിന് ശേഷം ശങ്കരേട്ടൻ പുതിയതായിട്ട് ഇറക്കിയ പടമാണ് കളി മാറ്റുന്നയാൾ അഥവാ ഗെയിം ചേഞ്ചർ. ഇതിൽ കളി മാറ്റുന്ന ആളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ രാം ചരണാണ്. പിന്നെ കിയാർ അദ്വാനി ഉണ്ട്, പുള്ളിക്കാരനെതിരായിട്ട് നിൽക്കാനായിട്ട് SG സൂര്യ ഉണ്ട്. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ പടത്തിലും ചെയ്യണം. അതേ മീറ്ററിൽ തന്നെ പുള്ളി പടത്തിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളിക്കാരൻ നല്ല ബോറടിപ്പിക്കാത്ത രീതിയിൽ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുനിൽ, നമ്മുടെ പുഷ്പ 2 മംഗളം ശ്രീനു, പുള്ളിക്കാരൻ ഇതിൽ സൈഡ് സുനിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യണത്. പുള്ളിക്കാരൻ ജനിച്ചപ്പോൾ സൈഡിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഡിഫക്റ്റാണ്, സൈഡിലോട്ടേ നടക്കുള്ളൂ. എന്ത് സൈഡിൽ കൂടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള ഒരാളാണ്. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ അഞ്ജലി ഉണ്ട്, നമ്മുടെ രാംചരൻ്റെ പണ്ടത്തെ വൈഫായിട്ട് അഞ്ജലി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാണ്ട് എൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ്. 75 കോടി മുടക്കേൻ്റെ എല്ലാ സാധനവും ആ മ്യൂസിക്കിൽ കാണാനുണ്ട്. ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തുടക്കത്തെ രാംചരൺ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയിട്ടൊരു പാട്ടുണ്ട്. എൻ്റെ അമ്മാനെ അതിലെ പാട്ടിലെ സീനുകളൊക്കെ ഉണ്ടല്ലോ, കിടുക്കനാണ്. അതിലൊരു ഷോട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു ഷോട്ടിൽ തന്നെ ഈ പുള്ളി ഡാൻസ് കളിച്ച് ഇവിടേക്ക് മാറും, അപ്പോൾ അപ്പുറത്ത് പുറകിൽ വേറെ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്. പിന്നെ ആ ഷോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അവിടെ വേറെ ആൾക്കാർ കാവടി അങ്ങനത്തെ വേറെ കുറേ ടൈപ്പ് ഡാൻസുകൾ. ആ ഒരു ഷോട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കളർഫുള്ളാണ്. ശങ്കരേട്ടൻ്റെ പടങ്ങൾ മൊത്തം കളർഫുള്ളാണ്. ആ ഒരു പരിപാടി ഇതിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. നല്ല പാട്ടുകൾ, നല്ല കൊറിയോഗ്രാഫി. പിന്നെ ആ കാണുമ്പോഴൊരു കണ്ണിന് കിട്ടുന്നൊരു കുളിർമ. അത് ഈ പടത്തിലെ പാട്ടുകൾക്കെല്ലാം ഉണ്ട്. ഒരു 5-6 പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2.25 മണിക്കൂറിൽ 3/4 മണിക്കൂർ, അരമണിക്കൂർ കൂടുതൽ അങ്ങനെ തീർന്ന് കിട്ടും. പിന്നെ 2 മണിക്കൂറാണ് കഥയുള്ളത്. ഈ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് കഥ കാണരുത്. അങ്ങനെ കണ്ട പടം പോയി, അതിൻ്റെ ആസ്വാദനമേ പോയി. തുടക്കം തന്നെ ട്രെയിനിലൊരു സംഭവം വന്നിറങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ പടത്തിലും കാണുന്ന പോലെയൊക്കെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മറക്കുക, എന്നിട്ട് പടം കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടും. പിന്നെ ഞാൻ കണ്ടത് ഇത് KSFDCയുടെ തിയേറ്ററിലായിരുന്നു. കുഴപ്പമില്ല, ഒരു 100-105 രൂപയ്ക്കൊക്കെ കാണാവുന്ന പടമാണ്. സിമ്പിളായിട്ട് 2.25 മണിക്കൂർ നമുക്കിരുന്ന് കാണാവുന്ന പടമാണ്. പോയി കാണണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ കമൻറ്റൊക്കെ ഇതിൽ വന്നിട്ട് പറയണം. കാണാത്തവരാണെങ്കിൽ വേഗം പോയി കാണണം. അധികം നാൾ പടം തിയേറ്ററിൽ വന്നില്ലെങ്കിൽ അപ്പോൾ പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ പറയാനുള്ള റൈറ്റേഴ്സിനെ പറ്റിയാണ്. ഇത് മെയിനായിട്ട് 2 പേര് ചേർന്നിട്ടാണ് ഈ പടം എഴുതിയേക്കണം. അത് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത്. ഫർഹാദ് സംജി, പിന്നെ നമ്മുടെ കാർത്തിക് സുബ്ബരാജ്. ആ 2 പേരും കൂടി ചേർന്ന് എഴുതിയിട്ടാണ് ഈ പടം ഇങ്ങനെ ആക്കിയേക്കണത്. പടത്തിൻ്റെ കഥ നോക്കി നിങ്ങളാരും വിലയിരുത്തത് പടത്തിന്. അത് നമ്മൾ കണ്ടു വന്നേക്കുന്ന ടൈപ്പ് കഥയാണെങ്കിൽ അതിൽ വ്യത്യസ്തതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അതിലുള്ള ഒരു കാര്യങ്ങൾ എന്താ പറയാൻ ശ്രമിക്കണേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിനിമ അതിഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ പാട്ടുകൾ കാണാൻ വേണ്ടി തന്നെ ഈ പടത്തിൽ പോകാം. 75 കോടി പാട്ടുകൾക്ക് എടുത്തിട്ടുണ്ട്. 450 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് കേട്ടത്. പിന്നെ ഇതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയുള്ള പാട്ടുകളാണ്. തുടക്കം രാംചരൺ കളക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഒരു പാട്ടുണ്ട്. പിന്നെ നമ്മുടെ നടിയെ കണ്ടുമുട്ടുമ്പോൾ ടൈപ്പ് ഒരു പാട്ടുണ്ട്. അവിടെ ഒരു ആംഗ്രി മീറ്റർ, ലവ് മീറ്ററിൻ്റെ ഒരു സെറ്റപ്പ് ഒരു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇടയ്ക്കിടയ്ക്ക് രാംചരൺ ഭയങ്കര വില്ലാളിയാണ്. അവനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു നായിക വേണം. അതാണ് നമ്മുടെ കിയാർ ചേച്ചി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വേറൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പാട്ടുണ്ട്. പിന്നെ ഇവരുടെ ആരെയോ കല്യാണത്തിൻ്റെ സമയത്ത് ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിലൊരു പാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ കാലം കാണിക്കുന്ന സമയത്ത് അഞ്ജലി ചേച്ചിയും രാംചരൺ ചേട്ടനും കൂടിയുള്ള 2 പാട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5-6 പാട്ട് ഈ പടത്തിലുണ്ട്. പക്ഷേ പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. പടത്തിൻ്റെ കഥ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ കഥ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഈ വിനയ വിധേയരാമ എന്നൊക്കെ പറഞ്ഞൊരു പടം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കറിയാം. രാംചരൺ ചേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ചിത്രമാണത്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ആ പടം വെച്ച് നോക്കുമ്പോൾ ഈ പടം കുഴപ്പമില്ല, നമുക്ക് സൈക്കബിളാണ്. അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ പടം പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. മസ്റ്റ് വാച്ചായിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഒരേ സമയം ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പടമാണിത്. ചിരിക്കുക മീൻസ് അതിൽ അവർ കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചിരി വരും. പിന്നെ നമ്മൾ ചിന്തിക്കും, ഈ പടത്തിന് വരണിയിരുന്നോ, പോവേണ്ടിയിരുന്നോ, അതോ പ്രശ്നമില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലൊരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ പടം വേഗം പോയി കാണുക, വേഗം പോയി കാണണം. അല്ലെങ്കിൽ തിയേറ്ററിൽ ഇല്ലെങ്കിൽ പണി പാളും. ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.